ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, സെപ്റ്റംബർ 28 വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ദിനമാണ്. 1884 ഒക്ടോബർ 13 ലയോ 13 പാപ്പ തന്റെ പ്രൈവറ്റ് ചാപ്പലിൽ ദിവ്യബലി അർപ്പിക്കുന്ന സമയം പെട്ടെന്നാണ് സാത്താനും കുറെ പിശാചുകളും പ്രത്യക്ഷപ്പെടുന്നു. ദൈവത്തോട് വെല്ലുവിളിക്കുകയാണ്, നിന്റെ സഭയെ ഞാൻ തകർക്കും. യേശു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സാധിക്കുകയില്ല. സമയവും അധികാരവും എനിക്ക് തരിക. അവൻ ആവശ്യപ്പെട്ടു. ഒരു 100 വർഷം ദൈവം അനുവദിച്ചു. സ്നേഹമുള്ളവരെ, പെട്ടെന്ന് മിഖായേൽ പ്രത്യക്ഷപ്പെട്ട് സാത്താനെയും കൂട്ടരെയും നരകത്തിലേക്ക് അടിച്ചോടിച്ചു. ദിവ്യബലിക്ക് ശേഷം ലയോ 13 പാപ്പ എഴുതിയുണ്ടാക്കിയതാണ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. സഭ മുഴുവനും എല്ലാ ദിവ്യബലിക്ക് ശേഷവും മിഖായേലിനോടുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇന്ന് കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹങ്ങളിലും മിഖായേലിനോടുള്ള പ്രാർത്ഥന പ്രധാനപ്പെട്ടതാണ്. സംരക്ഷണം തരുന്ന പ്രാർത്ഥന. 20-ാം നൂറ്റാണ്ട് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പൈശാചിക ശക്തി തന്നെയാണ്. ഇന്നും അതിന്റെ ദുരന്ത ഫലങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വിശുദ്ധ മിഖായേലിനോട് ഭക്തിയുള്ളവരാകാം. സങ്കീർത്തനം 34:7 കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. വലിയ സംരക്ഷണം നിങ്ങൾക്കും എനിക്കും ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ നിറഞ്ഞൊഴുകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.